ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് സുഡിയോയിൽ പോയി വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിളിച്ചു ഇന്ന് തന്നെ അതിന്റെ വീഡിയോ ചെയ്യാന്നുള്ളത്. കാരണം അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു ഫിറ്റ്നസ് സോണില്ലേ, അതിന്റെ താഴെയുള്ള തൃശ്ശൂരുള്ള സുഡിയോയിലാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, യൂഷ്വലി എനിക്ക് പാലക്കാടുള്ള സുഡിയോ കുറെ കൂടുതൽ ഇഷ്ടമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ കുറെ കൂടി കളക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് തൃശ്ശൂർക്ക് വരുമ്പോൾ അത്രയും ഉള്ളതായിട്ട് തോന്നിയില്ല. എന്നാലും ഇപ്പൊ പണ്ടത്തെക്കാളും നല്ല ബെറ്റർ ആയിട്ട് എനിക്കിപ്പോ സുഡിയോ തോന്നുന്നുണ്ട്. അപ്പൊ ഇന്ന് പോയപ്പോ ഞാൻ ഏറ്റവും അധികം കണ്ടത് വൈറ്റ്, നല്ല രസമുള്ള കുറെ ബേസിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ഷർട്ട്സ് ഉണ്ട്. കുറേ പേർക്ക് ഉണ്ടാവുമല്ലോ നല്ലൊരു വൈറ്റ് ഷർട്ട് കിട്ടാണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി മേടിക്കണമെങ്കിൽ നമുക്ക് സുഡിയോ ഒന്ന് വേണമെങ്കിൽ നോക്കാം. എനിക്ക് ഒന്നുകൂടി 500 റുപ്പീസിന്റെ ഒക്കെ ഷർട്ട്സ് ഉണ്ട്. പിന്നെ നല്ല രസമായിട്ടുള്ള വൈറ്റ് ഷർട്ടിൽ ഇങ്ങനെ പൂക്കളായിട്ടുള്ളത്, അത് പുതിയ മോഡൽ അവർ ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ എപ്പോഴും സുഡിയോന്ന് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെ, അതായത് ബ്ലാക്ക്, ന്യൂഡ്സ്, പാൻസ്, അങ്ങനത്തെ ബേസിക് സാധനങ്ങളെ, ടോപ്സ്, അങ്ങനത്തെ മാത്രമേ മേടിക്കാറുള്ളൂ. അതല്ലാണ്ട് സുഡിയോ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഔട്ട്ഫിറ്റ്സ് ഞാൻ മേടിക്കാറില്ല. പക്ഷെ അത് ഇഷ്ടമാണെങ്കിൽ അത് മേടിക്കുന്നതുകൊണ്ടും ലൈക്ക് സെയിം എന്നുള്ള രീതിയിൽ ഇടുന്നോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ മിന്ത്രയിൽ നിന്നുള്ളൊരു കുർത്ത, സ്ലീവ്ലെസ് കുർത്ത ഇട്ടിട്ട് പോയപ്പോ ഇവിടെ ഇങ്ങനെ സൈഡിൽ കുറച്ച് പിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലൊരു കുട്ടീനെ പെട്ടെന്ന് നോക്കി. അപ്പൊ ഞാനും നോക്കി. ഞങ്ങൾ സെയിം ആയിരുന്നു മിന്ത്രയെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അതിനെ കണ്ടപ്പോ തന്നെ ഫസ്റ്റ് എന്നോട് എന്താ ചോദിച്ചതെന്ന് അറിയാം, സുമേഷിന്റെ കടയിൽ നിന്ന് മേടിച്ചതാണല്ലേ, പറഞ്ഞില്ല അല്ലേ എന്ന് അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ അതെ. അപ്പൊ പിള്ളേരൊക്കെ ചിരിക്കുമായിരുന്നു. അപ്പൊ സെയിം ഇട്ട് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സുഡിയോന്ന് ഇങ്ങനെ ബേസിക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ കുറെ ഇങ്ങനെ പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. പാർട്ടി ജിൽ ടൈപ്പ് അല്ല, മറ്റേ ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറെ സമ്മർ വെയർ ഡ്രസ്സസ്, കുർത്താസ്, ടീഷർട്ട്സ്, അങ്ങനത്തെ ഒക്കെ കുറെ അധികം വന്നിട്ടുണ്ട്. പിന്നെ കിഡ്സ് വെയറും നല്ല രസമുള്ളതുണ്ട്. കുഞ്ഞു ബേബീസിന്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ട്. എന്ന് വെച്ചാൽ കോട്ടൺ ഡ്രസ്സസും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതുണ്ട്. ചെരുപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ സുഡിയോന്ന് ഇങ്ങനെ ചെരുപ്പ് ഒരെണ്ണറ്റ് മേടിച്ചിട്ടുണ്ട് തോന്നുന്നു. ഞാൻ സ്ഥിരമായിട്ടൊരു ക്രോക്സ് ആണ് ഇടുന്നത്. അതെനിക്ക് നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അത് തന്നെ ഇടാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെരുപ്പ് മേടിച്ചില്ല. പിന്നെ അണ്ടർ ഗാർമെന്റ്സ് നല്ലതുണ്ട്, അടിപൊളിയാണ് സുഡിയോന്റെ അണ്ടർ ഗാർമെന്റ്സ്, അതും എനിക്കിഷ്ടമാണ്. പിന്നെ ജ്വല്ലറി 50 രൂപയുടെ, പിന്നെ 100 രൂപയുടെ ഒക്കെ ഇഷ്ടംപോലെ കമ്മലുകളുണ്ട്, വാച്ച് ഉണ്ട്. പിന്നെ മേക്കപ്പ്, എനിക്ക് 1-2 മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയ ഷെയ്ഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലിപ്സ്റ്റിക് ഒക്കെ നോക്കുകയാണെങ്കിൽ ന്യൂഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം തീർന്നു പോയിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ച സുഡിയോ എന്നുള്ള മേക്കപ്പ് ഒത്തിരി പ്രശ്നമായിരുന്നു. അപ്പം ഏകദേശം സിമിലർ റേറ്റിനുള്ള ഇത് നമുക്ക് മാൾസിന്റെയും ഇൻസൈറ്റിന്റെയും ഒക്കെ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി ആണെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അധികം സുഡിയോന്റെ മേക്കപ്പ് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് പറ്റിയ ഷെയ്ഡൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇത്രയും പറയേ, ഇപ്പൊ വേണമെങ്കിൽ പോയി നോക്കാവുന്ന സമയമാണ്. കുഴപ്പമില്ലാത്ത കുറച്ച് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മേടിച്ചത് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഈ ഒരു വൈറ്റ് കാർഗോ പാൻസ് ആണ് കേട്ടോ. കാർഗോ പാൻസ് സുഖമാണ് ഇടാനായിട്ട്. അതും ഈ ഒരു ഫാബ്രിക് നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് അറിയില്ല, വേറെ കളേഴ്സ് ഉള്ളതൊന്നും ഇത്ര സോഫ്റ്റ് ആയിരുന്നില്ല. അത് കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയൽ ആയിരുന്നു. ഇതങ്ങനെയല്ല. ഇതിപ്പോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇങ്ങനെ കുഴാന്ന് കിടക്കുന്ന മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വില വന്നിട്ട് 899 ആണ്. 26 സൈസ്, എക്സ്ട്രാ സ്മോൾ ആണ്. എനിക്ക് വേസ്റ്റ് കുറച്ച് ലൂസ് ഉണ്ട്, 26 സൈസ്. അത് പക്ഷെ കുഴപ്പമില്ല, കുറച്ച് ഇറങ്ങി കിടക്കുന്നേ ഉള്ളൂ. ഒരു പോരൊന്നുമില്ല കേട്ടോ, ഇവിടെ ആയിട്ട് ഇറങ്ങി കിടക്കുന്നേ ഉള്ളൂ. എനിക്കിപ്പോഴും ഇവിടെ കിടക്കുന്ന ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഒരു 2 ടക്ക് ഇട്ടാൽ ശരിയാവും കേട്ടോ. നിറയെ പോക്കറ്റ്സും ഒക്കെ ആയിട്ട് നല്ല സുഖമാണ് ഇടാനായിട്ട്. ബേസിക് ആയിട്ടുള്ള ഒരു വൈറ്റ് കാർഗോ പാൻസ് അല്ലെങ്കിൽ വൈറ്റ് പാൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പൊ നമുക്ക് പല ടോപ്സിനൊപ്പം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ ചൂട് സമയത്ത് വളരെ നല്ലതാണ്. അഴുക്കാവും എന്നുള്ളൊരു പ്രശ്നം, അതൊരു വലിയ പ്രശ്നമാണ്. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊരു മസ്റ്റ് ഹാവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം ഈ അടുത്തോടെ ഞാനൊരു വൈറ്റ് പാൻസ് മേടിച്ചിട്ട് നശിപ്പിച്ചേ ഉള്ളൂ. പക്ഷെ അത് കഴുകി പോയിട്ടോ. കോഫിയുടെ ഇതായിരുന്നു, കാപ്പിയുടെ കറിയായിരുന്നു. പക്ഷെ ഞാനത് ഉരച്ച് കഴുകി ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതാ, ഇത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ പെയർ ചെയ്തിട്ടുള്ള ടീഷർട്ട് എന്ന് പറയുന്നത് ഇത് 299 ടീഷർട്ടാണ്. എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. നല്ല സുഖമാണ് ഇടാനായിട്ട്, കുറെ കഴുകിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വൈറ്റില് ഇങ്ങനെ ബ്ലൂ ബോസ് ആയിട്ടുള്ളതാണ്. പല പ്രിന്റിലുള്ളതുണ്ട്. ഓവർ സൈറ്റ്
ഓവർ സൈസ് ടീഷർട്ട് ഉണ്ടല്ലോ, അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി മേടിക്കാം. ഞാൻ സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ളതാണ് മേടിച്ചത്. സിമ്പിൾ ആയിട്ട് വൈറ്റില് ഇങ്ങനെ ബോസ് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് 599, കുറച്ച് വിലയുള്ളതാണ്. പക്ഷെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഷർട്ടാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ ക്രോപ്പ് ടോപ്പിന്റെ മീതെ ജാക്കറ്റ് പോലെ ഇടാം, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇടാം. അതല്ലെങ്കിൽ നമുക്ക് ഷർട്ട് പോലെ തന്നെ ഇടാം. രണ്ടാണെങ്കിലും ഈ വൈറ്റ് കാർഗോ പാൻസിനൊപ്പം നല്ല രസമായിട്ട് ചേർന്ന് കൂട്ടാം. അപ്പൊ ഇത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ ഒരു 899 299 എന്ന് പറഞ്ഞാൽ ഒരു 1000 എബവ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഈ ചൂടുകാലത്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ് എന്നുള്ള രീതിയിൽ ഇത് നല്ലതാണ്. പിന്നെ ഈ ഒരു എക്സ്ട്രാ ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ മാറ്റി മാറ്റി ഇടാലോ. അല്ലെങ്കിൽ വൈറ്റ് ക്രോപ്പ് ടോപ്സ് അവിടെ ഉണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. 399 രൂപയുടെ ഒരു നല്ല ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഓൾറെഡി ക്രോപ്പ് ടോപ്പ് ഉള്ള കാരണം അത് ഞാൻ മീഷോന്ന് നമുക്ക് 70 രൂപ 80 രൂപയ്ക്ക് മീഷോന്ന് ക്രോപ്പ് ടോപ്പ് കിട്ടും കേട്ടോ. അങ്ങനത്തെ മേടിച്ചാലും മതി, കുറച്ച് ഇറക്കം കുറവാന്നേ ഉള്ളൂ. ഇപ്പൊ സുഡിയോയിലുള്ളത് കുറച്ചും കൂടി ഇറക്കം കൂടുതലുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാൻസും ഇതിപ്പോ ജാക്കറ്റ് പോലെയൊക്കെ ഇട്ടിട്ട് നമുക്ക് മാറ്റി 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 പെയർ ചെയ്യാവുന്നതാണ്. ചൂടുകാലത്ത് ഇടാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. ഇത് നല്ലൊരു ഒലിവ് ഗ്രീൻ പാൻസ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽ ആയിട്ട് തോന്നുമെങ്കിലും കോട്ടൺ അല്ല. എന്ന് വെച്ചാൽ കോട്ടൺ അല്ല എന്ന് പറയാൻ പറ്റില്ല, കോട്ടൺ മിക്സ്, ചെറിയൊരു മിക്സ് ഉണ്ടാവും. പക്ഷെ ഇടാൻ സുഖമായിട്ടുള്ള മെറ്റീരിയൽ ആണ്. അങ്ങനെ അധികം ചൂടെടുക്കുന്ന ടൈപ്പ് അല്ല. ഞാനിപ്പോ വൈറ്റ് കാണിച്ചില്ലേ, അത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, ഇടാൻ സുഖമാണ്. ചൂടുകാലത്താണെങ്കിൽ നമുക്ക് ഇടാൻ പാൻസ് അല്ല, നല്ല ലൂസ് ആയതുകൊണ്ട് ഇടാൻ നല്ല സുഖമുണ്ട്. പോക്കറ്റ്സ് ഉണ്ട്. ഇതിന് കുറച്ചും കൂടി വില കുറവാണ്. എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ അത്ര നല്ലതല്ലാത്തതുകൊണ്ടും പിന്നെ പോക്കറ്റ് ഒന്നും അത്ര അധികം ഒന്നുമില്ല. അപ്പൊ ഇത് 799 രൂപയുടെയാണ് കേട്ടോ. ഇതും പല കളേഴ്സ് ഉണ്ട്. പക്ഷെ അപ്പൊ അതിന്റെയൊക്കെ മെറ്റീരിയൽ വേറെ. ഞാൻ ഇങ്ങനെ മെറ്റീരിയലും കൂടെ നോക്കിയിട്ട് അങ്ങനെ നോക്കി തപ്പിയെടുത്തതാണ് കേട്ടോ. നല്ലതാണ്. എനിക്കൊരു ഒലിവ് ഗ്രീൻ പാൻസ് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒപ്പം ആണെങ്കിൽ ഇപ്പൊ ഒലിവ് ഗ്രീനിന്റെ ഒപ്പം ആണെങ്കിൽ നമുക്ക് വൈറ്റ് ഇട്ടാൽ നല്ല രസമാണ്, ബ്ലാക്ക് ആണെങ്കിലും ഇട്ടാൽ നല്ല രസമാണ്. അപ്പൊ ആ രീതിക്ക് രസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഈ പാൻസിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇത് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് ടീഷർട്ടാണ്. അപ്പൊ ഇതൊക്കെ സ്റ്റുഡിയോന്ന് മേടിച്ചാലും നമുക്ക് കാണുമ്പോ തന്നെ സ്റ്റുഡിയോ എന്നാണോ അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം അല്ലേ, എന്നാൽ നല്ലതാണ് താനും. ഈ ഒരു റിബ്ഡ് ടീഷർട്ടിന്റെ ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതിന്റെ വില 299 രൂപയുടെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നന്നായിട്ട് കുറേ കഴുകി ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് സ്റ്റുഡിയോയിൽ തപ്പി നടക്കുകയാണെങ്കിൽ നല്ല കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. ഇത് വൈറ്റ് ടീഷർട്ടാണ്, പക്ഷെ ട്രാൻസ്പെറന്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ നെറ്റ് പോലത്തെ മെറ്റീരിയൽ ആണ്. ഇതിന്റെ വില ഇതിന് 499 രൂപയുണ്ട് കേട്ടോ. പക്ഷെ രസമുണ്ട് കാണാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇതും ഈ പാൻസും കൂടിയിട്ട് നല്ല രസമായിട്ടുണ്ട്. ഈവൻ ബ്ലാക്ക് ടോപ്പും ഈ പാൻസും നല്ല രസമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ മീഷോന്ന് മേടിച്ച ക്രോപ്പ് ടോപ്പ്. ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ 70 രൂപ 80 രൂപയ്ക്കൊക്കെ കിട്ടും ഡിസ്കൗണ്ട് ഉള്ള സമയത്ത്. എത്ര കൂടിപ്പോയാലും 110 രൂപ, അതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതിന്. ഞാൻ മുംബൈയിൽ പോയി അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ പോലും അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ അവര് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പിന് 150 ആയിരുന്നു. ആദ്യം അവർ അങ്ങനെയാണല്ലോ പറയാം. അപ്പൊ നമ്മളിങ്ങനെ വേണ്ടാന്ന് പറയുമ്പോൾ അപ്പൊ അവര് 100 ആക്കും. അതിൽ കുറയും സംശയം. ഒരു 4-5 എണ്ണൊക്കെ മേടിക്കുകയാണെങ്കിൽ മേ ബി നമുക്ക് അതിലും കുറവിന് തരുമായിരിക്കും. പക്ഷെ മീഷോയിൽ ഒന്ന് തപ്പി നോക്കൂ കേട്ടോ, അത് നല്ല അടിപൊളിയാ. ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസിന് പകരം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടെ ഇത് പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ന്യൂഡ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പും ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് താഴെ ഇടാവുന്നതാണ്. അപ്പോഴും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഒലിവ് ഗ്രീൻ പാൻസിനൊപ്പം നോക്കുകയാണെങ്കിൽ ഇത് രണ്ടെണ്ണം എനിക്ക് നല്ലോണം ചേർന്ന് പോകുന്നു തോന്നി. എനിക്ക് എന്തെങ്കിലും തരത്തിലൊരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാൻറ് മേടിക്കുക, ഒരു എവിടെ നിന്നാണെങ്കിലും പാൻറ് മേടിക്കുകയാണെങ്കിൽ ഏത് ടോപ്പാണ് വേണ്ടേ അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ചാറ്റ് GPT ഉണ്ടെങ്കിൽ എന്തായാലും ചാറ്റ് GPTയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഭയങ്കര എളുപ്പമാണ്. ഈ കളർ പാൻസ് ഉണ്ട്, അപ്പൊ ഏത് കളറായിരിക്കും കൂടെ ചേർന്ന് പോവുക എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ആ കളേഴ്സ് പറഞ്ഞുതരും. അതല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ഒലിവ് ഗ്രീൻ പാൻസ് ലൈക്ക് വിച്ച് ടോപ്പ് ഷുഡ് ബി ഗോ ഫോർ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിളിൽ വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടും. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഡ്രസ്സിംഗ് ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. എന്ന് വെച്ചാൽ ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര വലിയ ഭയങ്കര കാര്യമായിട്ടൊക്കെ എല്ലാവരും പറയില്ലേ, ചെറിയ സിമ്പിൾ കാര്യമാണ്. പക്ഷെ അത് അന്ന് യോജിച്ച് വരുമ്പോൾ നല്ല ഭംഗിയാ കാണാനായിട്ട്. അപ്പോൾ ഇൻ കേസ് അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺ ദി സ്പോട്ട് ഗൂഗിളിനോടോ അല്ലെങ്കിൽ ചാറ്റ് GPTയോടോ ചോദിച്ചാൽ മതി. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ടും അതുപോലെ നമ്മൾ ഇതാണ് നമ്മുടെ ജോലി. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എടുത്തെടുത്ത് പരിചയമുള്ളതുകൊണ്ട് അറിയണം. അല്ലാത്ത ഒരാൾക്ക് ഇതൊന്നും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമില്ല. അത്
അത്രയൊന്നും എഫേർട്ട് എടുക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ചോദിച്ചാൽ മതി, ChatGPTയോടോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇനി ഇങ്ങനെ വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സുകളുണ്ടല്ലോ, എന്നുവെച്ചാൽ സാധാരണ പൈജാമ ടോപ്പ് അങ്ങനത്തെ ഉണ്ടല്ലോ, അതും ബേസിക് ആയിട്ടുള്ളതുണ്ട്. ഫുൾ ബ്ലാക്ക്, ഫുൾ ന്യൂഡ് ഷെയ്ഡിലുള്ളതൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ അത് മേടിക്കാം. പുതിയ പാറ്റേണിലുള്ളതുണ്ട്, പക്ഷെ അത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അതെനിക്ക് മെറ്റീരിയൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കണ്ട ഒരെണ്ണം മേടിച്ചു. ഇത് 699 രൂപയാണ് കേട്ടോ, പാൻസും ടോപ്പും കൂടി. പക്ഷെ പോക്കറ്റ്സ് ഇല്ല കേട്ടോ ഇതിന്. ഡോണറ്റ് ഡിസൈൻ ആണുള്ളത്, ഓവർ സൈസ്ഡ് ആണ്. 699 രൂപ കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഇടാനൊക്കെ നല്ല സുഖമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. മറ്റേത് ഇത്തിരി കട്ടി ഉണ്ടായിരുന്നു. നമുക്കിപ്പോ നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പൊ അത്ര കട്ടി ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സിമ്പിൾ ആയിട്ടുള്ളത് മേടിച്ചു. അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഇങ്ങനത്തേന്, എന്താണ് വീട്ടിലിടുന്ന ഡ്രസ്സിനുള്ളതുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സ്ട്രാ സ്മോൾ ഉണ്ട്. സാധാരണ സൂഡിയോയിലാണെങ്കിലും എക്സ്ട്രാ സ്മോൾ അധികം കാണാറില്ല, പലതും സ്റ്റാർട്ട് ചെയ്തിരുന്നത് സ്മോൾ വെച്ചിട്ടാണ്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, എക്സ്ട്രാ സ്മോൾ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൂഡിയോയിൽ അത്യാവശ്യം നല്ല അണ്ടർ ഗാർമെന്റ്സ് ഉണ്ട് എന്നുള്ളത്. ഇത് 399 ആണ് കേട്ടോ. ന്യൂഡ് ബ്രാ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ബ്രാ. അതും ഇത് കണ്ടോ, ഇത് ചെറിയ രീതിയിലെങ്കിലും ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് ആയിട്ടാണ് വരുന്നത്. അതായത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സ്ട്രാപ്പ് വന്നിട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് ഉണ്ടാവുക, ഇവിടെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ വൈഡ് നെക്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ ടീഷർട്ട്സ് ഒക്കെ ആകുമ്പോൾ ഇത് പക്ക അടിപൊളിയാണ് കേട്ടോ. ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള ബ്രായാണിത്. അപ്പൊ അതുകൊണ്ട് ടീഷർട്ട്സിന്റെ താഴേക്ക് ഇടാനായിട്ട് നല്ലതാണ്. ഇവിടെ ബാക്കിലാണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മെഷാണ് കൊടുത്തിട്ടുള്ളത്, ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. സ്മോൾ ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ സുഖമാണ്, ഒരു പ്രശ്നമില്ല കേട്ടോ. ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ചിലർക്ക് സപ്പോർട്ട് പോരാ അങ്ങനെ ഒക്കെ തോന്നും. എസ്പെഷ്യലി ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ, തിൻ സ്ട്രാപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് എനിക്ക് അറിയില്ല കേട്ടോ എത്ര സെറ്റ് ആവും എന്നുള്ളത്. പക്ഷെ 32 സൈസ് ഒക്കെ ആണെങ്കിൽ, ഇതിപ്പോ എന്റെ 32 സൈസാണ്. ഈ അങ്ങനത്തെ ബസ്റ്റിനൊക്കെ ഇത് പക്ക കറക്റ്റ് ആണ്, നല്ലത്. ഞാൻ തോന്നുന്നു 3 വർഷം മുമ്പൊക്കെ മേടിച്ചിട്ടുണ്ട് സൂഡിയോന്ന് അണ്ടർ ഗാർമെന്റ്സ്. അത്യാവശ്യം നിന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബ്രാ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് ഉള്ളത്. പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ബ്രാ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഞാൻ സിവാമേന്നൊക്കെ മുന്നേ മേടിച്ചത് ഉള്ളതുണ്ട്. ഇതും ടീഷർട്ട് ബ്രാ തന്നെയാണ്, പക്ഷെ നോർമൽ ബ്രാ പോലെയല്ല. എനിക്ക് കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക, തിൻ സ്ട്രാപ്പ് ആയിട്ട്. ഇത് ടീഷർട്ടിനൊക്കെ അടിയിലിടുമ്പോൾ കുറെ കൂടി നല്ല സീംലെസ് ആയിട്ടുണ്ടാവും. ഈവൻ ഈ ടീനേജേഴ്സിനൊക്കെ ആണെങ്കിലും ഈ ബ്രാ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ബ്രാ ഒക്കെ ഇങ്ങനെ ഇട്ട് വരുന്ന പിള്ളേർക്ക് കുറച്ചും കൂടി അങ്ങനത്തെ കവറേജ് വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 399 ആണ്, കുറച്ചും കൂടി വിലയുണ്ട്. നല്ലതാ. ഇത് ശരിക്കും ഒരു ബ്രാലെറ്റ് പോലെ, അതാ ഞാൻ നേരത്തെ പറയാൻ വന്നത്, ബ്രാലെറ്റ് പോലെയാണിത്. ടീഷർട്ട്സിന്റെ കൂടെയൊക്കെ ഇടാനായിട്ട് കുറെ കൂടി നല്ലതാണ്, അടിപൊളിയാണ് കേട്ടോ. ഇനി വന്നിട്ട് ഇമ്മക്കുട്ടിക്ക് കേട്ടോ. ഇമ്മക്കുട്ടിക്ക് ഞാൻ ടീഷർട്ട്സ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ടീഷർട്ടിനും അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ടീഷർട്ടാണ്, 179 കേട്ടോ അതിനുള്ളത്. ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇടാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള നല്ല ടീഷർട്ടാണ് കേട്ടോ അത്. അതേപോലെ തന്നെ ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് 299 രൂപ. ഇതിന് ചെറിയ ഫ്രില്ലൊക്കെ ഉണ്ട് സ്ലീവ്സിന്റെ അവിടെ. വി ലിസൺ, വി ഡോണ്ട് ജഡ്ജ്, ഇമൂന് ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ഒരു ടീഷർട്ട്. പിന്നെ വന്നിട്ട് ഇതും പ്രത്യേകിച്ചൊന്നുമില്ല, 179. ബേസിക് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും വിലക്കുറവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 179 ടീഷർട്ട് തന്നെയാന്ന് തോന്നുന്നു. ഇതാ ഇതുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻസ് മേടിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ കാണിക്കും. ഇപ്പൊ അത് ഇട്ടിട്ടാണ് ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുന്നത്. മെയിൻ ആയിട്ട് അത് മേടിക്കാനാണ് ഞാൻ ഇന്ന് പോയത്. അതിന്റെ കൂടെ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഒരു പാൻറ്റും മേടിച്ചിട്ടുണ്ട്. പാൻറ്റിന് എനിക്ക് തോന്നുന്നു 200 സംതിങ് ആണ്. പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു വിലക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നാളെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല സുഖമാണ് ഇടാനായിട്ട്. പിന്നെ വന്നിട്ട് കമ്മല്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന കമ്മല് ഞാൻ ഇവിടെ സൈഡിൽ കുറച്ചുകൂടി ക്ലോസപ്പിൽ കാണിക്കാം കേട്ടോ. 99 രൂപയുടെ ഒരു ഹൂപ്സ് ആണ്, നല്ലതാട്ടോ. പിന്നെ വന്നിട്ട് ഹാർട്ട് ഷേപ്പിലുള്ളതുണ്ട്, വന്നിട്ട് 49 രൂപയുടെ. ഇങ്ങനത്തെ സിമ്പിൾ കുട്ടി കുട്ടി കമ്മലുകളും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേക്കപ്പ്, നെയിൽ പോളിഷ് എനിക്ക് തോന്നുന്നു സുഡിയോന്ന് സ്ഥിരമായിട്ട് നെയിൽ പോളിഷ് മേടിക്കുന്ന കുറേ പേരുണ്ടല്ലേ. ഞാൻ വിചാരിച്ച സുഡിയോ മേക്കപ്പ് അധികം ആരും മേടിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയ സമയത്ത്
മേക്കപ്പിന് അവിടെയായിരുന്നു ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്നത്. മേ ബി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മേടിക്കണോണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കുട്ടി കുട്ടി പിള്ളേരുണ്ടായിരുന്നു മേക്കപ്പ് മേടിക്കുന്നത്. മേക്കപ്പ് ആരെങ്കിലും ഒക്കെ സ്റ്റുഡിയോന്റെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തോന്നിയെന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അന്ന് എനിക്ക് ഇത്തിരി അത്ര സുഖമായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മേ ബി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിലക്കുറവിൽ ഓൾറെഡി മേക്കപ്പ് നമുക്ക് കിട്ടുന്ന ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള. നമ്മൾ സ്ഥിരം അവിടെ നിന്ന് മേടിക്കുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങനെ അത്ര ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും നോക്കണം. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് സ്റ്റുഡിയോന്റെ തുണിക്കവറുകൾ ഉണ്ട്. ഇപ്പോൾ ഇതിന് 59 രൂപയാണ്. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കവർ എപ്പോഴും നമ്മൾ 2 വീലറിലും വെക്കും, കാറിലും വെക്കും. പക്ഷെ ഇത് ഞാൻ തന്നെ പോയ കാരണം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം മേടിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ എനിക്ക് തോന്നുന്നു പേപ്പർ കവർ 10 രൂപ ഞാൻ മേടിക്കാറേ ഇല്ല കേട്ടോ. ഞാൻ സാധാരണ സ്റ്റുഡിയോന്ന് മേടിച്ചു കഴിഞ്ഞാലും എന്റെ കയ്യിൽ തന്നെ എടുത്ത് പോലാണ് പതിവുള്ള. അല്ലെങ്കിൽ എന്റെ ഹാൻഡ് ബാഗിൽ ഇടാവുന്ന പാകത്തിൽ അങ്ങനെയൊക്കെ അല്ലേ ഈ അടുത്ത് മേടിക്കണ്ടായുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കവർ. ഞാൻ രാവിലെ പോയിട്ടും ബില്ലടിക്കാൻ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇന്ന് ഇട ദിവസമാണ്, പിന്നെ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ അടുത്തങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു കളക്ഷൻ എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. അതും ഏത് ജില്ലയിൽ നിന്നാണെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ തൃശ്ശൂരത്തെ കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ തൃശ്ശൂർ, പാലക്കാട്, കൊച്ചി ഈ 3 സ്റ്റുഡിയോയിലാണ് പോയിട്ടുള്ളത്. വേറെ എവിടെ ബാംഗ്ലൂർ പോയിട്ടുണ്ടോ ഞാൻ തോന്നുന്നു. ഈ 3 സ്ഥലത്ത് തന്നെ ഞാൻ പോയിട്ടുള്ളൂ. അപ്പൊ വേറെ എവിടെന്നെങ്കിലും ഉള്ള സ്റ്റുഡിയോ ഒക്കെ ആണെങ്കിൽ അവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.